വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. അതിനേക്കാൾ മുമ്പ് എൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തൊന്ന് എത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് നേത്ര രോഗത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണ മുക്തി നേടി എന്നാണ് 2024 ഒക്ടോബറില് WHO പ്രഖ്യാപിച്ചത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2024 ഒക്ടോബറില് ഇന്ത്യ ഒരു നേത്ര രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടി എന്ന് ഡിക്ലെയർ ചെയ്തു. ഏതാണ് ആ രോഗം? ഏതാണ് ആ രോഗത്തിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ട്രക്കോമ എന്നതാണ് ആ രോഗം. ഏതാണ് രോഗത്തിന്റെ പേര്? ട്രക്കോമ. അപ്പൊ ട്രക്കോമയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇന്ത്യ മുക്തി നേടി എന്നാ പറയണം. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ ഇമേജിംഗ് ചെരൻകോവ് ടെലിസ്കോപ്പ് സ്ഥാപിച്ച ഹാൻലെ ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇമേജിംഗ് ചെരൻകോവ് ടെലസ്കോപ്പ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇമേജിംഗ് ചെരൻകോവ് ടെലസ്കോപ്പ് ഇന്ത്യയിലെ എവിടെയാ സ്ഥാപിച്ചെന്നാ പറയുന്നത്? സ്ഥാപിച്ച ഹാൻലെ ഇന്ത്യയിലെ എവിടെയാണെന്നാ ചോദിക്കണേ. ഏതാണ് ഉത്തരം? ലഡാക്ക് ആണ്. എവിടെയാണ്? ലഡാക്കിലാണ് എന്ന് ഓർക്കണം കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ നമോ റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. രാജ്യത്തെ ആദ്യത്തെ നമോ റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയത് ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരൻ ആരാണ്? ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആരാ നേടിയ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്ത് അവാർഡാ നേടിയ? ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് ആര് നേടി? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേടുകയുണ്ടായി. ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റീസ് മിഷനു വേണ്ട പിന്തുണ നൽകാൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? GSAT-20 എന്നാണ്. എന്താണ് ഉപഗ്രഹത്തിന്റെ പേര്? GSAT-20. എന്താ ഉപഗ്രഹത്തിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റീസ് മിഷനു വേണ്ട പിന്തുണ നൽകാൻ വിക്ഷേപിച്ച ഉപഗ്രഹമാണത്. ഏതാണ്? GSAT-20. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മികവ് ഉയർത്താൻ കൃത്രിമ ബുദ്ധിയിൽ അധിഷ്ഠിതമായ ശിക്ഷ കോ പൈലറ്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഏതാണ് സംസ്ഥാനം? സംസ്ഥാനത്തിന്റെ പേര് കർണാടകയാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മികവ് ഉയർത്താനായിട്ട്, അവരുടെ കഴിവ് ഉയർത്തുന്നതിന് വേണ്ടി കൃത്രിമ ബുദ്ധിയിൽ അധിഷ്ഠിതമായ ശിക്ഷ കോ പൈലറ്റ് സ്കീമിന്റെ പേര് ശിക്ഷ കോ പൈലറ്റ് സ്കീം. അത് ഏത് സംസ്ഥാനം കൊണ്ടുവന്നേ? കർണാടകയാണ് കൊണ്ടുവന്നേ. അടുത്തത്, ഡിഫൻസ് സ്പേസ് ഏജൻസി 2024 നവംബറിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് എക്സർസൈസ് ഏതാണ്? ഏതാണ് സ്പേസ് എക്സർസൈസിന്റെ പേര്? അന്തരീക്ഷ അഭ്യാസ് എന്നാണ്. അന്തരീക്ഷ അഭ്യാസ്. ഡിഫൻസ് സ്പേസ് ഏജൻസി 2024 നവംബറിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് എക്സർസൈസിന്റെ പേര് അന്തരീക്ഷ അഭ്യാസ് എന്നാണ്. എന്താണ്? അന്തരീക്ഷ അഭ്യാസ് ആണ്. അടുത്തത് നോക്കുക. പ്രകൃതിദത്തമായ കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കാനായി 2024 നവംബർ 25 കേന്ദ്ര സർക്കാർ ഒരു മിഷൻ ആരംഭിച്ചു. എന്താണ് ആ മിഷന്റെ പേര്? നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പ്രോജക്റ്റ് ആണ്. എന്താണ് ആ മിഷന്റെ ദൗത്യം? പ്രകൃതിദത്തമായ കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അതിന്റെ ദൗത്യം. അടുത്തത് നോക്കുക. ജിയോസ്പേഷ്യൽ ടെക്നോളജിയുടെ സഹായത്തോടെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ തുടക്കമിട്ട കർമ്മ പരിപാടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ദ്രോണഗിരി എന്നാണ്. ജിയോ സ്പേഷ്യൽ ടെക്നോളജിയുടെ സഹായത്തോടെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ തുടങ്ങിയ കർമ്മ പരിപാടിയുടെ പേരാണ് ഓപ്പറേഷൻ ദ്രോണഗിരി. എന്താ പേര്? ഓപ്പറേഷൻ ദ്രോണഗിരി എന്നാണ് അതിന്റെ പേര്.
പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ ലോകസഭ അംഗം ആരാണ്? കെ.സി. വേണുഗോപാലാണ്. പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായ ലോക്സഭാ അംഗം ആരാണ്? കെ.സി. വേണുഗോപാലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ പഠിക്കാനുള്ളത്, കേന്ദ്ര മന്ത്രിസഭ അധികാരം നൽകിയ അല്ലെങ്കിൽ അംഗീകാരം നൽകിയ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് എവിടെയാണ് നിലവിൽ വന്നത്? ലോത്തൽ. ലോത്തൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പൊ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് എവിടെയാ നിലവിൽ വരുന്നത്? ലോത്തലിലാണ്. ഗുജറാത്തിലെ ലോത്തലിലാണ് എന്ന് ഓർക്കണം കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വന്ദേ മെട്രോ എന്ന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന റെയിലിന്റെ പുതിയ പേരെന്താണ്? നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ്. അപ്പൊ വന്ദേ മെട്രോ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന റെയിലിന്റെ പുതിയ പേരെന്താ? നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ് അതിന്റെ പുതിയ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ നിന്ന് ശാസ്ത്രജ്ഞർ പുതിയതായി കണ്ടെത്തിയ ജീവിക്ക് ഹോളിവുഡ് നടൻ ലിയനാർഡോ ഡികാപ്രിയോയുടെ ബഹുമാനാർത്ഥം പേര് നൽകി. ഏതിനം ജീവിക്കാണ് ഈ പേര് നൽകിയത് എന്നാണ് നമുക്കറിയേണ്ടത്. ഒരു പാമ്പിനാണ് ആ പേര് നൽകിയത്. എന്താണ്? പാമ്പിനാണ് ആ പേര് നൽകിയത് കേട്ടാ. ആൻകികുലസ് ഡികാപ്രിയോ. എന്താണ്? ആൻകികുലസ് ഡികാപ്രിയോ. അപ്പൊ ലിയനാർഡോ ഡികാപ്രിയോ ആണല്ലോ അദ്ദേഹത്തിന്റെ പേര് ഈ പാമ്പിന് കൊടുത്തേക്ക്. അപ്പൊ പാമ്പിന്റെ പേരെന്താണ്? ആൻകികുലസ് ഡികാപ്രിയോ കേട്ടോ. എവിടെന്നാ കണ്ടെത്തിയ? പടിഞ്ഞാറൻ ഹിമാലയ മേഖലകളിൽ നിന്ന് പുതിയൊരു ഇങ്ങനെ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ജീവി വർഗത്തിന്റെ ഒക്കെ പേരുകളൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്തു വെച്ചോ. അടുത്തത്, ഇന്ത്യൻ മിലിറ്ററിയുടെ പൈതൃകത്തെ വിദ്യാഭ്യാസ ടൂറിസം പ്രവർത്തനങ്ങളിലൂടെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് ആരംഭിച്ച ദൗത്യമാണ് പ്രോജക്ട് ശൗര്യഗാഥ. ഇന്ത്യൻ മിലിറ്ററിയുടെ പൈതൃകത്തെ വിദ്യാഭ്യാസ ടൂറിസം പ്രവർത്തനങ്ങളിലൂടെ സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് പ്രോജക്ട് ശൗര്യഗാഥ. എന്താണ്? പ്രോജക്ട് ശൗര്യഗാഥ എന്നാണ് അതിന്റെ പേര്. അടുത്തൊന്ന് നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തേത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മള്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഏതാണെന്ന്? OP ജിൻഡാൽ യൂണിവേഴ്സിറ്റിയാണ്. അതെവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ് എന്ന് ഓർക്കുക. എവിടെ? ഹരിയാന. നെക്സ്റ്റ് വൺ നോക്കൂ, ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് എന്ന് ഓർത്തു വെക്കണം. അടുത്തത്, തദ്ദേശീയ ഇനം പശുക്കൾക്ക് രാജ്യമാത ഗോമാത പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? മഹാരാഷ്ട്ര. തദ്ദേശീയ ഇനം പശുക്കൾക്ക് രാജ്യമാത ഗോമാത പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ് എന്ന് ഓർക്കണം. ഇനി നെക്സ്റ്റ് വൺ, സംസ്ഥാന സർവീസിലെ വനിതാ സംവരണം 35% ഉയർത്തിയ സംസ്ഥാനം ഏതാണ്? ഏതാണ് സംസ്ഥാനം? മധ്യപ്രദേശ്. സംസ്ഥാന സർവീസിലെ വനിതാ സംവരണം 35% ഉയർത്തിയ സംസ്ഥാനത്തിന്റെ പേര് ഏതാണ്? മധ്യപ്രദേശ് സംസ്ഥാനമാണ്. അടുത്ത ചോദ്യം, 2024 വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹി. 2024 വേൾഡ് സോയിൽ കോൺഫറൻസ് ഇന്ത്യയില് ഏത് നഗരത്തിലാണ് നടന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ് നടന്നത്. ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേക്ഷണ ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 2. ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേക്ഷണ ദൗത്യമായത് ഇപ്പോ 2023 നടന്ന. ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതേ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇന്ത്യയുടെ ആദ്യത്തെ സൗര പര്യവേക്ഷണമാണ് എന്നുള്ളത് കൊണ്ട്. അതിന്റെ പേരെന്താണ്? ആദിത്യ L1 ആണ്. വിക്ഷേപിച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 2 ഓർക്കുക കേട്ടോ. അടുത്തത്,
പ്രഥമ ആമസോൺ ഫ്യൂച്ചർ എഞ്ചിനീയർ മേക്കർ സ്പേസ് ഇന്ത്യയിൽ ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. പ്രഥമ ആമസോൺ ഫ്യൂച്ചർ എഞ്ചിനീയർ മേക്കർ സ്പേസ് ഇന്ത്യയിൽ ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരാണ് ആരംഭിച്ചത്. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ പങ്കെടുത്ത 2024 ഒരു സംയുക്ത അഭ്യാസ പ്രകടനം നടത്തുകയുണ്ടായി. അത് ഏതാണ് അഭ്യാസ പ്രകടനം? പൂർവി പ്രഹാർ എന്നാണ്. അഭ്യാസ പ്രകടനത്തിന്റെ പേര് പൂർവി പ്രഹാർ. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ പങ്കെടുത്ത് 2024 നടന്ന സംയുക്ത അഭ്യാസത്തിന്റെ പേര് പൂർവി പ്രഹാർ എന്നാണ്. പൂർവി പ്രഹാർ. ഇനി അടുത്തത് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാര്, അവർക്ക് വേണ്ടിയിട്ട് സർക്കാരിന്റെ വിവിധ സ്കീമുകളുടെ സേവനം എളുപ്പത്തിൽ ലഭ്യമാക്കാനായിട്ട് ഒരു കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എന്താണ് ആ കർമ്മ പദ്ധതിയുടെ പേര്? ഇ ശ്രം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നാണ് അതിന്റെ പേര്. എന്താണ് ഇ ശ്രം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ? എന്താ സംഭവം? അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സർക്കാരിന്റെ കുറേയധികം സ്കീമുകൾ ഉണ്ടല്ലോ, ആ സ്കീമുകളിൽ നിന്നുള്ള ബെനിഫിറ്റ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നേക്കാണ്. ആ പ്രോജക്റ്റിന്റെ പേരാണ് ഇ ശ്രം വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റൈറ്റേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞാൽ എന്താ? എഴുത്തുകാരുടെ ഗ്രാമം. ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ താനോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉത്തരാഖണ്ഡിലെ താനോ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ താനോ ഗ്രാമത്തിലാണ്. അടുത്തത്, അപൂർവ ഇനം ജന്തുജാലങ്ങളുടെ DNA സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബയോ ബാങ്ക് ആരംഭിച്ച പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡാർജിലിംഗ്. അപൂർവ ഇനം ജന്തുജാലങ്ങളുടെ DNA സംരക്ഷണത്തിനായി ആരംഭിച്ച ഇന്ത്യയില് ആദ്യത്തെ ജനറ്റിക് ബയോ ബാങ്ക് ആരംഭിച്ച പത്മജ നായിഡു സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഡാർജിലിംഗിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തെ തദ്ദേശീയ ജനതയ്ക്ക് ഭൂമിക്കുമേൽ അവകാശം സ്ഥാപിച്ചു നൽകാനുള്ള കർമ്മ പരിപാടിയുടെ പേരാണ് മിഷൻ ബസുന്ധര? അസം കേട്ടോ. അസമിലെയാണ്. ഏത് സംസ്ഥാനത്തെ തദ്ദേശീയ ജനതയ്ക്ക് ഭൂമിക്കുമേൽ അവകാശം സ്ഥാപിച്ചു നൽകാനുള്ള കർമ്മ പരിപാടിയുടെ പേരാണ് മിഷൻ ബസുന്ധര എന്ന് പറയുന്നത്? അസമിന്റെ ആണെന്ന് ഓർത്തുവെക്കുക. ഇനി അടുത്ത ചോദ്യം, UN ടൂറിസം 2024 പ്രഖ്യാപിച്ച ബെസ്റ്റ് ടൂറിസം വില്ലേജുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ടൂറിസം ഗ്രാമമായ ദൂദ് മർസ ഏതാണ്? ദൂദ് മർസ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. UN ടൂറിസം 2024 എന്താ പ്രഖ്യാപിച്ചേ? ബെസ്റ്റ് ടൂറിസം വില്ലേജുകളുടെ പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ടായി. അതില് ഇന്ത്യയിൽ നിന്ന് ഒരു ടൂറിസം ഗ്രാമത്തെ തെരഞ്ഞെടുത്തു. ആ ടൂറിസം ഗ്രാമത്തിന്റെ പേരെന്താണ്? ദൂദ് മർസ എന്നാണ്. ആ ദൂദ് മർസ ഗ്രാമം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് LIC ആരംഭിച്ച പദ്ധതിയുടെ പേര്. LIC ആരംഭിച്ച ഒരു പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനമൊക്കെ ചെയ്യേണ്ടായി. എന്താണ് ആ പദ്ധതി? ഭീമാ ശക്തി യോജന. അപ്പൊ ഭീമാ ശക്തി യോജന സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് LIC ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഭീമാ ശക്തി യോജന ആരംഭിച്ചത് ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥാപനമാണെന്ന് പറയാ? LIC ആണെന്ന് ഓർത്തു വെക്കാം കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഓണററി ജനറൽ പദവി നൽകി ആദരിച്ചത് ഏത് രാജ്യത്തെ സേനയാണ്? നേപ്പാൾ. ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഓണററി ജനറൽ പദവി നൽകി ആദരിച്ചത് ഏത് രാജ്യത്തെ സേനയാണ്? നേപ്പാളിലെ സേനയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ഏകദേശം നമ്മൾ ഒരു 25-ലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇതുപോലെ തന്നെ അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.